സർ, ഇതാ ചായ. ചായക്ക് നല്ല രുചിയുണ്ട്. താങ്ക് യു സർ. ഞാൻ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ആ ഓക്കെ. ഭൂരിയും കൊള്ളം കേട്ടോ. താങ്ക്സ് സർ. ആ കീർത്തന, സർ. എല്ലാ ജോലിയും കഴിഞ്ഞോ? ആ കഴിഞ്ഞു സർ. പാത്രം മാത്രം കഴുകാനുണ്ട്. ആണോ? ശരി, ഇപ്പോൾ നിങ്ങൾ പോയിട്ട് വൈകുന്നേരം വരില്ലേ? ആ വൈകിട്ട് വരും സർ. നിങ്ങൾ വൈകുന്നേരം വരുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ വരാൻ അല്പം സമയം വൈകും. ഓഹോ. ഞാൻ വീടിന് താക്കോൽ നിങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാം. എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷമേ വീട് അടച്ചിട്ടേ താക്കോല് വാച്ച്മാൻ്റെ കൈ കൊടുത്തേക്ക്. വൈകുന്നേരം വരുമ്പോൾ വാച്ച്മാൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിച്ചിട്ടേ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമേ വീട് അടച്ചിട്ട് വീടിന് താക്കോല് വാച്ച്മാൻ്റെ കൈ തിരിച്ചു കൊടുത്തേക്ക്. ആ ശരി സർ. ശരി, ഞാൻ പോയിട്ട് വരാവേ. ആ. ഹലോ. ആ പറയമ്മേ. എന്തൊക്കെയുണ്ട് മോനെ, സുഖമല്ലേ? ആ എനിക്ക് സുഖമാണമ്മേ. അമ്മയ്ക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ് മോനെ. നീ ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? ആ ഇപ്പോഴാ കഴിച്ചമ്മേ. എടാ, നീ എത്ര ദിവസത്തേക്കെന്ന് വെച്ചാ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്? ഇങ്ങനെ പോയാൽ നിനക്ക് വല്ല അസുഖവും വരും. ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കായിരുന്നില്ലേ? അമ്മേ, ഇന്ന് തൊട്ട് വീട്ടിലെ ജോലി ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അതൊരു ഭക്ഷണം നല്ല രുചിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. രാവിലത്തെ ടിഫന്, രാത്രിയിലെ ഡിന്നർ എല്ലാം അടിപൊളിയാണ്. ഇപ്പോഴാണ് വയറ് നിറച്ച് കഴിച്ചിട്ട് വന്ന് കടന്നത്. അമ്മ എന്തിനാ എന്നെ കുറിച്ച് ഓർത്ത് വെറുതെ വിഷമിക്കുന്നേ? എടാ, എന്തൊക്കെയായാലും ഭാര്യ വെച്ചുണ്ടാക്കി തരുന്ന പോലെ വരൂ. എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കാൻ നോക്ക്. എന്നാലേ എനിക്ക് മനസമാധാനം കിട്ടും. ശരി, നോക്കാം. ശരി ശരി, കിടന്നുറങ്ങിക്കോ. നമുക്ക് രാവിലെ സംസാരിക്കാം. ശരി അമ്മേ. മതി. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു സർ. സർ. വരൂ, ഇരിക്കൂ.
വേണ്ട സാർ, കുഴപ്പമില്ല. എന്താ സാർ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു? ഇരിക്കൂ, സംസാരിക്കുന്നേ. ആ ശരി സാർ. നിങ്ങളിവിടെ ജോലിക്ക് ചേർന്ന തൊട്ട് നിങ്ങളെക്കുറിച്ച് എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. സാർ, ഞാനൊരു 7-8 വർഷങ്ങളായിട്ട് പത്മേച്ചിയുടെ വീടിനടുത്താ താമസിക്കുന്നത്. എന്റെ ഭർത്താവ് 1 വർഷം മുമ്പാ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ വീട്ടുജോലിക്ക് ഇറങ്ങി തുടങ്ങിയത്. കഴിഞ്ഞ മാസം വരെ അടുത്തൊരു വീട്ടിലാ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ വീട്ടിലെ ഓണർ എന്നോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് പോയിട്ടില്ല സാർ. ഞാനും കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ജോലി അന്വേഷിച്ചു, പക്ഷെ ഒന്നും സെറ്റായില്ല. അതിനുശേഷമാണ് പത്മേച്ചി നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നത്. ശരി, നിങ്ങൾക്ക് മക്കളുണ്ടോ? ഇല്ല സാർ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. 1 വർഷമായപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചുപോയി. ആണല്ലേ. എന്ത് പറ്റി സാർ? എന്നോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താ സാർ കാര്യം? നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കണം. എന്താ സാർ അത്? നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്ത്? പെട്ടെന്ന് എന്താ സാർ പറ്റിയത്? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ. സാർ, ഞാനും നിങ്ങളും തമ്മിൽ എങ്ങനെയാ സാർ സെറ്റാവുക? ഞാൻ ഇവിടെ ജോലിക്ക് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇന്നാ ഞാൻ എന്നെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് തന്നെ. അപ്പോഴേക്കും എന്നോടിങ്ങനെ കല്യാണ അഭ്യർത്ഥന നടത്തിയാൽ എന്ത് ചെയ്യാനാ സാർ? എന്താണെന്നറിയില്ല, നിങ്ങളെ കണ്ട ദിവസം തൊട്ട് നിങ്ങളെൻ്റെ ലൈഫ് പാർട്ണർ ആയാൽ നന്നാവെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ച് ഇപ്പം തന്നെ സംസാരിച്ച് നിങ്ങളെ കല്യാണം കഴിച്ചോളാം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ 3 കൊല്ലം മുമ്പ് എനിക്കും കല്യാണമായതാ. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായി മരിച്ചുപോയി. അവൾ മരിച്ചത് തൊട്ട് ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ്. എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ടോർച്ചർ ചെയ്യാണ്. പക്ഷേ എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാർ, നിങ്ങളിങ്ങനെ പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് എന്താ ഉത്തരം പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. എൻ്റെ ഭർത്താവ് മരിച്ചത് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് താമസം. എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല. എനിക്കിപ്പോൾ തുണയായിട്ടുള്ളത് പത്മേച്ചി മാത്രമാണ്. എന്നെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പത്മേച്ചിയോട് പറഞ്ഞാൽ മതി. പത്മേച്ചി എൻ്റെ കൂടെ പറഞ്ഞ ചേച്ചിയെ പോലെയാ. പത്മേച്ചി എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കാതിരിക്കില്ല. ശരി, ഞാൻ ഇതിനെക്കുറിച്ച് പത്മചേച്ചിയോട് സംസാരിക്കാം.